മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ ഇബ്രാഹിം നേടിയ ഗോളിലൂടെ ആദ്യ പകുതി തന്നെ അർജന്റീന പിന്നിലാകുന്നുണ്ട്. തിരിച്ചു വരാനുള്ള നിരന്തര ശ്രമങ്ങൾ കണ്ടെങ്കിലും ഇബ്രാഹിമിന്റെ ആ തകർപ്പൻ ഗോളിലൂടെ അർജന്റീന ആദ്യ പകുതി പിന്നിൽ. മത്സരത്തിന്റെ 2-ാം പകുതിയിൽ സീക്കോയുടെ 68-ാം മിനിറ്റിലെ ഗോളിൽ അർജന്റീന പരാജയം ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. മത്സരത്തിന്റെ 68-ാം മിനിറ്റിൽ ഗോൾ വല ചലിക്കുമ്പോൾ അർജന്റീനക്ക് 2 ഗോളുകൾ അടിക്കാൻ ബാക്കിയുള്ളത് വെറും 20 മിനിറ്റ് മാത്രം. 70 മിനിറ്റ് ഗോൾ വല ചലിപ്പിക്കാൻ കഴിയാത്ത അർജന്റീനക്ക് അതിന് സാധിക്കില്ലെന്ന് ഫുട്ബോൾ ലോകം വിധി എഴുതി. മത്സരം 78 മിനിറ്റ് പിന്നിട്ടപ്പോഴും അർജന്റീന 2 ഗോളുകൾക്ക് പിന്നിൽ. പിന്നെ കണ്ടത് ലിയോ മെസ്സി മാജിക് ആയിരുന്നു. കോർണർ കിക്കിന്റെ റൈറ്റ് ഫ്ലാഗിൽ നിന്നും ലിയോ മെസ്സിയുടെ മനോഹരമായ ക്രോസിന് തലവെച്ച് ക്രിസ്റ്റ്യാനോ റൊമേറോ ആശ്വാസ ഗോൾ കണ്ടെത്തുന്നു. അധികം വൈകും മുമ്പ് 4 മിനിറ്റുകൾക്കകം മെസ്സിയുടെ ബുള്ളറ്റ് ഷോട്ട് ഗോൾ വലയിലെത്തിയതോടെ ഫുട്ബോൾ ലോകം അന്തം വിട്ടുനിന്ന നിമിഷം. ലോകരാജാക്കന്മാർ, ലോക ചാമ്പ്യന്മാർ തിരിച്ചു വന്ന നിമിഷം. ഈ 2-2 മത്സരം നിൽക്കുന്ന സമയത്താണ് ഈജിപ്ത് താരം മുഹമ്മദ് സലാഹിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നത്. ആക്രമണം നടത്തുന്നതിനാൽ തന്നെ അർജന്റീൻ ഡിഫൻസ് എല്ലാം എതിർ ബോക്സിലായിരുന്നു. 3 ഈജിപ്ത് താരങ്ങൾ ആക്രമിച്ച് അർജന്റീൻ ബോക്സിലേക്ക് കൗണ്ടർ നടത്തുന്നു. 3 vs 1 നിമിഷം. ഒരു അർജന്റീൻ താരത്തെ മറികടക്കാനെത്തുന്നത് 3 ഈജിപ്ത് താരങ്ങൾ. എന്നാൽ സലാഹിന്റെ ടച്ചിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി ഒരു കൃത്യമായ ടാക്ലിംഗ്. അർജന്റീനക്ക് വിജയം സമ്മാനിച്ചത് ഈ ടാക്കിളായിരുന്നു. അതെ, സാക്ഷാൽ ലിയാൻഡ്രോ പരഡസ് എന്ന മനുഷ്യന്റെ ടാക്കിൾ. പരഡസിന്റെ ഈ ടാക്കിൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ മത്സരത്തിന്റെ വിധി തന്നെ മാറ്റിയേനെ. സലാഹിന്റെ കാലുകളിൽ നിന്ന് വരിഞ്ഞു മുറുക്കിയെടുത്ത മനോഹരമായ ഇന്റർസെപ്ഷൻ, മത്സരത്തിന്റെ ഗതി മാറ്റി ഇന്റർസെപ്ഷൻ. എന്തുകൊണ്ടാണ് സ്കലോണി ലിയാൻഡ്രോ പരഡസിനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയത് എന്നതിനുള്ള ഉത്തരം കൂടിയായിരുന്നു ആ ജീവൻ മരണ സമയത്ത് അർജന്റീനയ്ക്ക് ലഭിച്ച ഉത്തരം. ലിയാൻഡ്രോ പരഡസിന്റെ മനോഹരമായ പ്രകടനം കാണാൻ ഇന്ന് ഓരോ അർജന്റീന ആരാധകർക്കും സാധിച്ചിട്ടുണ്ട്. വാട്ട് എ പ്ലെയർ, വാട്ട് എ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ.